നല്ല ആത്മവിശ്വാസമുണ്ട്. അഴിമതിയിൽ മുങ്ങിയ ഈ നഗരസഭാ പ്രദേശത്തെ വികസനം മുരടിപ്പ് നടത്തിയ BJP യെ താഴെ ഇറക്കാൻ കഴിയും. അത് പ്രവർത്തകരും ഈ നാട്ടിലെ ജനങ്ങളും ആഗ്രഹിക്കുന്നതാണ്. അതുകൊണ്ട് 100% വിജയം UDF-ൻ്റെതായിരിക്കും. 10 വർഷമായി BJP ഭരിക്കുന്ന നഗരസഭ തിരിച്ചുപിടിക്കാൻ KPCC ചുമതലപ്പെടുത്തിയിരിക്കുന്നത് VK ശ്രീകണ്ഠൻ MP ആണ്. അദ്ദേഹം എന്നോടൊപ്പം ഉണ്ട്. ഇപ്പോൾ നമസ്കാരം. ഒരു നഗരസഭയുടെ മാത്രം ചുമതല തന്നിരിക്കുകയാണ്. അതൊരു ഭാരിച്ച ഉത്തരവാദിത്തമാണോ അതോ എളുപ്പം പിടിച്ചെടുക്കാൻ കഴിയുമോ? എനിക്ക് പാലക്കാട് നഗരസഭ മാത്രമല്ല, പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിലെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കണമെന്ന പാർട്ടി നിർദ്ദേശമുണ്ട്. അത് നിർദ്ദേശിച്ചില്ലെങ്കിൽ ഞാൻ പ്രവർത്തിക്കുക ഉത്തരവാദിത്തം. പക്ഷേ ഇതൊരു പ്രത്യേകമായിട്ടുള്ള ഒരു അസൈൻമെൻറ്റാണ്, ഒരു സ്പെഷ്യൽ അസൈൻമെൻറ്റാണ്. പാലക്കാട് നഗരസഭ കഴിഞ്ഞ 10 വർഷക്കാലം BJP ഭരിക്കുകയാണ്. അപ്പോൾ അത് തിരിച്ചു പിടിക്കുക എന്നുള്ളത് UDF-ൻ്റെ ഒരു പ്രസ്റ്റീജ് കാര്യമാണ്. അതുകൊണ്ട് അത് ശിരസ വഹിച്ചുകൊണ്ട് ആ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുത്തിരിക്കുകയാണ്. നല്ല ആത്മവിശ്വാസമുണ്ട്. അഴിമതിയിൽ മുങ്ങിയ ഈ നഗരസഭാ പ്രദേശത്തെ വികസനം മുരടിപ്പ് നടത്തിയ BJP യെ താഴെ ഇറക്കാൻ കഴിയും. അത് പ്രവർത്തകരും ഈ നാട്ടിലെ ജനങ്ങളും ആഗ്രഹിക്കുന്നതാണ്. അതുകൊണ്ട് 100% വിജയം UDF-ൻ്റെതായിരിക്കും. ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് എനിക്കൊരു രഹസ്യ കത്ത് തന്നിരുന്നു, ഇത്ര തദ്ദേശ സ്ഥാപനങ്ങൾ പിടിക്കുമെന്ന്. അത് അതേപോലെയൊന്നും ആയില്ല. ഇത്തവണ നഗരസഭയുടെ കാര്യത്തിൽ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രവചനം നടത്തുന്നുണ്ടോ? കഴിഞ്ഞ അസംബ്ലിയിൽ നിങ്ങൾക്കറിയാം, വലിയൊരു ട്രെൻഡ് കോവിഡ് അനന്തര ഒരു സാഹചര്യമാണ്. ഇപ്പോൾ ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് കൂടുതൽ ജനങ്ങളും സർക്കാരിലേക്ക് സംരക്ഷണം ആഗ്രഹിച്ചതാണ്. അപ്പോൾ സർക്കാരിൻ്റെ സംരക്ഷണം ആഗ്രഹിച്ചുകൊണ്ട് അതിനോടൊപ്പം നിന്നവരുണ്ട്. വലിയ ശതമാനം വോട്ട് വീഴ്ച ഉണ്ടായിട്ടുണ്ട്, ചെയ്യാതെ പോയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കണക്കുകൂട്ടൽ തെറ്റിയതിൽ ശരിയാണ്. പക്ഷേ 2019 പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ എൻ്റെ കണക്ക് തെറ്റിയില്ല. 2024 പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ എൻ്റെ കണക്ക് തെറ്റിയില്ല. 2025 നടന്ന ഉപതെരഞ്ഞെടുപ്പിലും ആരും പ്രവചിക്കാത്ത കഴിഞ്ഞ തവണത്തേക്കാൾ 4 ഇരട്ടി ഭൂരിപക്ഷം UDF-ന് കിട്ടുന്നുള്ളതും തെറ്റിയില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ പറയുന്നു, ഞാൻ പൊതുപ്രവർത്തനം നടത്തുന്ന സ്ഥലമാണ് പാലക്കാട്. ജനങ്ങളുടെ മനസ്സറിയുന്ന ആളാണ് ഞാൻ, ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ആളാണ് ഞാൻ. ഇത് മാജിക്കല്ല. ജനവികാരം എന്താണെന്ന് അറിഞ്ഞുകൊണ്ടാണ് പറഞ്ഞത്. ഇത് അഴിമതിയും വികസന മുരടിപ്പും ഉണ്ടായ നഗരസഭയാണ്. കേരളത്തിൽ ഒരു നഗരസഭാ കൗൺസിൽ പോലും നേരെ ചൊവ്വേ കൂടാത്ത ഒരു നഗരസഭയാണ്. അതുകൊണ്ട് UDF-ന് നല്ല ആത്മവിശ്വാസമുണ്ട്, നല്ല ജനപിന്തുണയുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ വലിയ മുന്നേറ്റം നടത്തി നഗരസഭ പിടിക്കും. ഇപ്പോൾ ഈ BJP-ക്കകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ, എല്ലാ തർക്കങ്ങളും ഇപ്പോഴും നിലനിൽക്കുന്നു. അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് കുറവാണെങ്കിൽ കൂടി UDF-നകത്തും വിമത പ്രശ്നങ്ങളും എല്ലാം ഉണ്ട്. അതെങ്ങനെ മാനേജ് ചെയ്യും? UDF-ൽ 53 വാർഡിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. 50 വാർഡിലും അഭിപ്രായ വ്യത്യാസമില്ല. 2-3 വാർഡിൽ കൊള്ളാവുന്ന നിരവധി സ്ഥാനാർത്ഥികളുണ്ടായിരുന്നു. ഞങ്ങളും പ്രതിസന്ധിയിലായി. കാരണം കഴിവുള്ളവരാണ് എല്ലാവരും. ഇപ്പോൾ എല്ലാവരെയും പരിഗണിക്കാൻ കഴിയില്ലോ. അപ്പോൾ അങ്ങനെ ചില മാനദണ്ഡത്തിൽ ഓരോരുത്തരെ പരിഗണിച്ചു. ആ അഭിപ്രായ വ്യത്യാസം ഞങ്ങൾ 2 ദിവസം മുമ്പ് പരിഹരിക്കും. പക്ഷേ BJP-യിലുണ്ടായ അന്തഛിദ്രം ഒരു കാലത്തും പരിഹരിക്കാൻ കഴിയാത്ത തരത്തിൽ സാമുദായിക കലാപമായി മാറിയിരിക്കുക. 2 നഗരസഭാ ചെയർപേഴ്സന്മാർ 2 വനിതാ നേതാക്കന്മാരാണ്. അവരെ മുൻനിർത്തിയ BJP ഇവിടെ ഭരിച്ചത്. 2 പേരും പാർട്ടിയോട് എല്ലാ തരത്തിലും അകന്നിരിക്കുക. അവരനുഭവിച്ച കയ്പേറിയ അനുഭവങ്ങൾ പരസ്യമായി ഇവർ പ്രകടിപ്പിച്ചിരിക്കുക. മുതിർന്ന നേതാവ്, ഏറ്റവും സംസ്ഥാനത്തെ മുതിർന്ന നേതാവ് ഉൾപ്പെടെ അസ്വസ്ഥരാണ്. സാധാരണ പ്രവർത്തകർ വല്ലാത്ത തമ്മിൽ വഴക്കായിരിക്കുക. അപ്പോൾ ഈ അന്തഛിദ്രം പാർട്ടിയെ അടിത്തട്ടിൽ ബാധിച്ചിരിക്കുക. ഒരു നേതാവിനും RSS-നും പരിഹരിക്കാൻ കഴിയാത്ത തരത്തിൽ ഈ അന്തഛിദ്രം വളർന്നിരിക്കുകയാണ്. ഈ പലർക്കും താങ്കൾ മെമ്പർ ഓഫ് പാർലമെൻറ്റ് ആകുന്നതിന് മുമ്പ് ഒരു മെമ്പർ ഓഫ് മുനിസിപ്പാലിറ്റി ആയിരുന്നു ഷൊർണൂർ നഗരസഭയിൽ. അപ്പോൾ അതിൻ്റെ ഒരു അനുഭവം, ഒരു വാർഡിൽ ഒരു ജനപ്രതിനിധി ആകുന്നതും ഒരു വിശാലമായ പാർലമെൻറ്റ് മണ്ഡലത്തിലെ ജനപ്രതിനിധി ആകും തമ്മിലുള്ള വ്യത്യാസം എന്താ? 7 തെരഞ്ഞെടുപ്പിനെ നേരിട്ട് സ്ഥാനാർത്ഥിയായിട്ട് അഭിമുഖീകരിച്ച ആളാണ് ഞാൻ. 4 പ്രാവശ്യം മാർക്സിസ്റ്റ് പാർട്ടിയുടെ CPM-ൻ്റെ കൊത്തളമായിട്ടുള്ള ഷൊർണൂർ നഗരസഭ 4 പ്രാവശ്യം ഞാൻ കൗൺസിലറായി ജയിച്ചിട്ടുണ്ട്. ഒരു സ്ഥലത്ത് മാത്രമാണ് കോൺഗ്രസ് ജയിക്കുന്നത് നിന്നിട്ടും. 3 സ്ഥലത്തും എതിർ പാർട്ടിക്കാർ CPM ഉൾപ്പെടെയുള്ളവർ ജയിച്ചിടത്താണ് മത്സരിച്ച്. ആ 4ലും വൻ ഭൂരിപക്ഷത്തിലോടുകൂടി വിജയിക്കാൻ കഴിഞ്ഞു. 19 വർഷക്കാലം ഞാൻ നഗരസഭ കൗൺസിലറായിരുന്നു. ഈ സമയത്താണ് ഒറ്റപ്പാലം അസംബ്ലി മണ്ഡലത്തിൽ ഞാൻ മത്സരിച്ചു. 10,000-ലധികം വോട്ടിനാണ് ഞാൻ അവിടെ തോറ്റത്. പക്ഷെ തോറ്റിട്ടും ഞാൻ ആ ഒറ്റപ്പാലത്തെ പ്രവർത്തനം നിർത്തിയില്ല. പിന്നീട് നടന്ന 2 ലോക്സഭാ സീറ്റിൽ ഞാൻ ജയിച്ചു, ഒറ്റപ്പാലം അസംബ്ലി ഉൾപ്പെടെ. കഴിഞ്ഞ തവണ 4,000 വോട്ടിന് ഞാൻ പിന്നിലായിരുന്നു ഒറ്റപ്പാലത്ത് പാർലമെൻറ്റ് ഇലക്ഷൻ. പക്ഷേ ഇത്തവണ
എൻ്റെ പ്രവർത്തനവും UDFൻ്റെ പ്രവർത്തനവും കൊണ്ട് 2500 വോട്ട് അവിടെയും മറികടക്കാൻ കഴിഞ്ഞു. അപ്പോൾ ആ തോറ്റ സ്ഥലത്തും ഞാനിപ്പോൾ ജയിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തിരഞ്ഞെടുപ്പ് എന്ന് വെച്ചാൽ ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ഒരു കാര്യമാണ്. ആ തിരഞ്ഞെടുപ്പിൽ ഒരു എല്ലാം കോർഡിനേറ്റ് ചെയ്യുക എന്നുള്ളത് അതിലേറെ ഇഷ്ടപ്പെട്ട കാര്യമാണ്. എല്ലാവരും കൂടി നല്ല ഐക്യം ഉണ്ടായാൽ കോൺഗ്രസിനെയും UDFനെയും തകർക്കാൻ ആർക്കും കഴിയില്ല. അതായത് നഗരസഭ തിരിച്ചു പിടിക്കുക എന്നുള്ളത് കോൺഗ്രസിൻ്റെയും UDFൻ്റെയും അഭിമാന പ്രശ്നത്തെക്കാൾ ശ്രീകണ്ഠൻ്റെ കൂടെ അഭിമാന പ്രശ്നമാണ്. തീർച്ചയായിട്ടും അങ്ങനെയും പറയാം. ഞാനൊരു കോൺഗ്രസ്സുകാരൻ എന്നുള്ള നിലയിൽ അമിതമായിട്ട് ആഗ്രഹിക്കുന്നു വലിയ ഭൂരിപക്ഷത്തിൽ ഇവിടെ ജയിക്കണം, BJPയുടെ ഭരണം അവസാനിപ്പിക്കണം. അതിന് എൻ്റെ കൂടെ ഞാൻ മാത്രമല്ല മുഴുവൻ UDFൻ്റെ പ്രവർത്തകരും നേതാക്കളും ഉണ്ടെന്നുള്ളതാണ് എന്നെ ഏറെ സന്തോഷിപ്പിക്കുന്നത്. എന്തായാലും പാലക്കാട് നഗരസഭ പതിറ്റാണ്ടുകൾ ഭരിച്ച UDF ഇത്തവണ തിരിച്ചു പിടിക്കുമെന്ന ആത്മവിശ്വാസമാണുള്ളത്. അതിന് നേതൃത്വം നൽകുന്നത് VK ശ്രീകണ്ഠൻ MP ആണ്. ഷിജു ചിറ്റൂരിനൊപ്പം സാജിദ് അജ്മൽ, മീഡിയ 1 പാലക്കാട്.